ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എവിടെ മക്കളെ എല്ലാവർക്കും സുഖമായിരിക്കൂലേ? അൽഹംദുലില്ലാഹ്, എനിക്കും മക്കൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്ന് നിങ്ങളെല്ലാവരും റഹ്മത്താത്താനെ മറന്നോ? ഇല്ലല്ലോ, എല്ലാവരും വീഡിയോ ഒക്കെ കാണുന്നില്ലേ? എല്ലാവരും വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണട്ടോ. എല്ലാവരും സപ്പോർട്ടും എന്തെങ്കിലും വീഡിയോയിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കമൻറ്റും ചെയ്യും, ലൈക്കും ചെയ്യും, വീഡിയോ ഷെയറും ചെയ്ത് കൊടുക്കട്ടോ. അങ്ങനെ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാടമുട്ട റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാ മുട്ട റോസ്റ്റ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്. എന്നാലും ഞാൻ എങ്ങനെയാണ് മുട്ട റോസ്റ്റ് ആക്കുന്നതെന്നുള്ളത് വീഡിയോയിൽ കാണിച്ചു തന്നിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ എന്താക്കിന്ന് കാടമുട്ട കൊണ്ട് ഒരു റോസ്റ്റ് ആക്കുന്നതാണ് കേട്ടോ ഞാൻ കാണിച്ചത്. അങ്ങനെ കാടമുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ച്, എന്നിട്ട് പോലെ തന്നെ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയിൽ ഉള്ളി വാട്ടാൻ വേണ്ടി വെച്ച്, ഉള്ളി വാടിയ സമയത്ത് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഉള്ളിയും പച്ചമുളകും ഉള്ളിയാണ് കേട്ടോ വാട്ടാൻ വെച്ചിട്ടുള്ളത്. അതിൽ കൂടി കരിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്ത് നല്ല വാടി വരുന്ന സമയത്ത് തക്കാളി ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ പിന്നെ തക്കാളിയൊക്കെ ഇട്ടെടുത്ത് തക്കാളി നല്ലോണം വാട്ടുക, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ല വാടുക. ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ, തക്കാളി ഉള്ളി നല്ലോണം വഴണ്ടി വരാൻ വേണ്ടിയിട്ട് കുറച്ചൊരു നുള്ളു ഉപ്പിട്ട് കൊടുക്കണം എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലേ. അങ്ങനെ നല്ല തക്കാളി ഉള്ളിയും പച്ചമുളകും നല്ല വഴണ്ടി വന്നതിൻ്റെ ശേഷം പിന്നെ മല്ലിപ്പൊടിയും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും ചിക്കൻ മസാല ഇട്ടാൽ നല്ലതാണ്, പക്ഷെ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ അതും എല്ലാം കൂടി ഇട്ടിട്ട് നല്ലൊന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ അതാ മുട്ട പുഴുങ്ങിക്കഴിഞ്ഞത് ഉസ്ന തൊലിക്കുന്നുണ്ട് കേട്ടോ. അവൾ രാവിലെ എണിച്ച് വന്ന് തൊലിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതാ കാടമുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മേലെ കൂടി ലേശം എന്താക്കാറ് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ എന്താക്കുക, മല്ലിച്ചപ്പ് ഫസ്റ്റ് ഇട്ട് കൊടുത്താലേ ഒരു കുത്തൽ വരുമല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ചൊയ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ എന്ത് കറിക്കും ലാസ്റ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ വലിയൊരു ലെങ്തിയായ വീഡിയോ ഒന്നുമല്ല, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ നാശത്തെ ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തിയും കാടമുട്ട റോസ്റ്റും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം. പിന്നെ പിന്നെയും പറയാം, നിങ്ങൾ വിചാരിക്കേണ്ട, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. എന്തുണ്ടെങ്കിലും നിങ്ങൾ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ആ ഇതുണ്ടല്ലോ ബെല്ലൈക്കന്, അതൊന്ന് എനേബിൾ ചെയ്തോളി കേട്ടോ. അപ്പം ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ്. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനോ കുടുംബത്തിനോ ആർക്കുമാണ്, നിങ്ങളെ കസിൻസിനോ ആർക്കുമാണ് നിങ്ങൾ വീഡിയോ ഷെയർ ആക്കിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.